ഇതെന്താ ഉണ്ടാക്കാൻ പോകുന്നത് അമ്മമ്മ? നിനക്ക് വേണ്ടി ഒരു ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ പോവുക. എന്ത് ഡ്രിങ്ക്? അത് കാണാം, കണ്ടു തന്നെ അറിയണം. കഴിച്ചു നോക്കുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. അതിന് ബീട്രൂട്ടൊക്കെ എന്തിനാ? ബീട്രൂട്ടോ? ഇത് ബീട്രൂട്ട് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കളറ് വേണ്ടേ, അപ്പോൾ കളറ് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ഇത് അതായത് ബീട്രൂട്ട് വേവിച്ചു, ഞാൻ വെള്ളത്തിലിട്ട് വേവിച്ചു, വെള്ളം എടുത്തു, അപ്പം നമുക്ക് ഇതിന് കളറ് കിട്ടും. അതിന് വേണ്ടി അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നല്ല ഐഡിയ ഉണ്ടോ? ഇപ്പോൾ കളറില്ലാണ്ട് നമുക്കിങ്ങനെ ആ രീതിയിൽ നിന്ന് എനിക്ക് ഞാൻ വരാൻ ചോദിക്കട്ടെ. 2 സ്പൂണ് നമുക്ക് എത്ര വേണേലും ഒഴിക്കാം കേട്ടോ, കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒഴിക്കുക. 2-3 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാലൊഴിക്കുക. ഇത് പച്ചപ്പാല? അല്ല, ഇത് ഞാൻ ചൂടാക്കിയതാണ്, തിളപ്പിച്ച പാലാണ്. കണ്ട, ഇപ്പോൾ റോസ് മിൽക്ക് പോലെ ആയില്ലേ ഇത്. അതിന് ശേഷം നമ്മുടെ ഇതെന്താണെന്നറിയോ? സബ്ജ. സബ്ജ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സബ്ജ ഇട്ടിട്ടുള്ളത്. ഈ റെയിൽവേ സ്റ്റേഷനിലുണ്ടല്ലോ, ബോംബെയിലായിരുന്നു, അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനത്തെ റോസ് മിൽക്ക് കിട്ടും. അപ്പോൾ അതിങ്ങനെ ഇത്രയും. അപ്പോൾ നമുക്ക് പാല് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാട്ടെ, കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ ഒഴിക്കാം. ഒഴിച്ചു. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാം. എത്ര പഞ്ചസാര വേണം അത്രയും മിനിറ്റ്. മനസ്സിലായി? അപ്പോൾ നമ്മുടെ റോസ് മിൽക്ക് റെഡിയായി. കണ്ട, അപ്പോൾ കളറിന് കളറും. റോസ് മിൽക്ക് എന്താ ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ട്. എടുക്കല്ലേ ഐസ്ക്രീം. അതെന്താ? ഇതുകൊണ്ട് നിനക്ക് ഒരു സാധനം ഉണ്ടാക്കി തരാം, അതിനു വേണ്ടി. അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഇത് ആദ്യം ഇടാം. ഐസ്ക്രീം ഇട്ടു. അതിലേക്ക് നമുക്ക് സബ്ജ ഇടണം. ഇത്രയും മതിയോ? കുറച്ച് മതിയല്ലേ, നിനക്ക് അധികം ഇഷ്ടമല്ലാത്തത്. പിന്നെ കുറച്ച് പഞ്ചസാര വേണോ? വേണ്ട പഞ്ചസാര വേണ്ട. അപ്പം നമുക്ക് കുറച്ച് എന്ത് ഇടണം? നമ്മുടെ വാട്ടർ മെലോൺ. 2 ഫ്രൂട്ട് സലാഡ് പോലെയാട്ടോ ഇത്. വാട്ടർ മെലോൺ ഇടുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? പാലൊഴിക്കുക. നമുക്ക് പാലൊഴിക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം, കുറച്ച് മതി കേട്ടോ, 1 സ്പൂൺ തണുത്ത വെള്ളം ഒഴിക്കുക. പിന്നെ ഇത് കുറച്ചുകൂടെ പാലൊഴിക്കുക. അതിന് ശേഷം നമുക്ക് ഐസ്ക്രീം കൊണ്ട് തന്നെ അങ്ങോട്ട് ഇളക്കാം. മനസ്സിലായോ? അപ്പം എന്തൊക്കെയാണ് ഇട്ടതെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? സബ്ജ, പാല്, പിന്നെ നമ്മുടെ എന്താ പറയുക, വാട്ടർ മെലോൺ. ഇത് അലുത്ത് തുടങ്ങി. അപ്പോൾ വേറെ തണുത്ത വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ശക്കല വെള്ളം, ഇതൊന്നും മെൽറ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം ഒഴിച്ചത്. അപ്പം ഇതാ ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് റെഡി. വാട്ടർ മെലോൺ നമുക്കിതൊന്നൊന്ന് ഉടയ്ക്കാം കേട്ടോ. ഇതൊന്ന് നേരത്തെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്, ഇതിനെ നമുക്കൊന്ന് കുറച്ച് ഉടച്ച് ശരിയാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ബീട്രൂട്ടിൻ്റെ വെള്ളം ഒഴിക്കുക. ബീട്രൂട്ട് തിളപ്പിച്ച്, അതാണ് കളറിന് പോരാ കേട്ടോ ഇത് ഇടുന്നത്. നല്ല ടേസ്റ്റാണ്, നമ്മൾ മെഴുകുവരട്ടിയൊക്കെ ഒഴിക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് അതിന് കുഴപ്പമില്ല. അതിന് ശേഷം കുറച്ച് 1 സ്പൂൺ പഞ്ചസാര ഇടുക. ഓക്കെ, എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കുക. അതിന് ശേഷം പാലൊഴിക്കുക. അപ്പോൾ എന്തായി? പഴയതുപോലെ റോസ് മിൽക്കായി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബദാം പൗഡർ, ബദാമും മിൽക്കും ചേർന്ന പൗഡർ, ബദാം മിൽക്ക് പൗഡർ കിട്ടും കേട്ടോ റെഡിമെയ്ഡായിട്ട്. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഇടുക. അപ്പോൾ ഇത് നമുക്ക് ഉടനിടാം. ബദാം മിൽക്ക് പൗഡർ ഇട്ടു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. വേണ്ട, ബദാമൊക്കെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടും.
അതിന് ശേഷം സബ്ജ. ഇതെല്ലാത്തിലും ഇടണം കേട്ടോ, നല്ലൊരു ഭംഗിയുണ്ട്. ഈ സബ്ജ ഒരു 2 സ്പൂൺ. ഇത് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ. അതിന് ശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി ഒന്ന് പിഴിയുക. അപ്പം ഇതിനകത്തുനിന്ന് നമുക്ക് ജ്യൂസ് കിട്ടും. വാട്ടർമെലോണിൻ്റെ ജ്യൂസ് ഒഴിക്കുക. ഇത് വേണ്ടിടത്തോളം ഒഴിച്ചു കേട്ടോ. ചെറിയ കർഷകൾ പോയി എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, വാട്ടർമെലോണല്ലേ പാവം. അപ്പോൾ ഇതൊരു നല്ല ഹെൽത്തി ഡ്രിങ്കാണ് കണ്ട. അത് എത്ര നിസ്സാര കാര്യങ്ങൾ കൊണ്ട് നമ്മൾ 3 തരത്തിലുള്ള ഡ്രിങ്ക്സ് ഉണ്ടാക്കി. ഇത് റോസ് മിൽക്ക് പോലെയാട്ടോ. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇതിനകത്ത് നമ്മുടെ ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീമൊക്കെ അലുത്ത് റെഡിയായി. അപ്പോൾ ഐസ്ക്രീമും അങ്ങനെ 3 തരത്തിലുള്ള നമ്മുടെ ഡ്രിങ്ക്സ് റെഡിയായി. അനന്തുവിൻ്റെ സ്പെഷ്യല്. അനന്തു ഇത് കഴിച്ചു നോക്കൂ. ഐസ്ക്രീം വിത്തുള്ളതാണ്. എങ്ങനെയുണ്ടെന്ന് പറയൂ. എങ്ങനെയുണ്ട് അനന്തു? കൊള്ളാമോ? അടിപൊളി, നല്ല ടേസ്റ്റിയാ. ഇനി അടുത്തത് ഇത് നോക്കൂ, റോസ് മിൽക്ക് കഴിച്ചു നോക്കൂ. എങ്ങനെയുണ്ട് സിപ്രിയെ? കൊള്ളാമോ? നല്ലതാ, എല്ലാത്തിൻ്റെയും ഫ്ലേവർ നല്ലതാ. ഓക്കെ, ഇനി അടുത്തത് റോസ് മിൽക്ക് കഴിച്ചു നോക്കൂ. സ്പൂണിന്നോ? ഇത് നല്ലതാ. നൈസ്. കുറച്ചും കൂടെ തണുപ്പാവും. തണുപ്പ് വേണോ? ഇതിനകത്ത് ഞാൻ തന്നെ അനന്തുവിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഐസ്ക്രീം ഇട്ടു കേട്ടോ. ഇത് ഐസ്ക്രീമിന് എടുത്തിട്ടിട്ടുണ്ട്. അനന്തുവിന് വേണ്ടി മാത്രം. അത് ഇടണമെന്നില്ല കേട്ടോ, നിങ്ങൾ ഇടണമെന്നില്ല. ഇങ്ങനെയുണ്ടെന്ന് നോക്കൂ. ഇത് നല്ലതാ. അത് ഏറ്റവും നല്ലതാണ്. അടിപൊളിയായി. എങ്ങനെയുണ്ട്? നൈസ്. 3 ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. ഐസ്ക്രീമില്ല, സോറി, ഡ്രിങ്ക്സ്. ചൂട് കാലത്ത്. അപ്പം അങ്ങനെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടാൻ മറക്കരുത്. സബ് ചെയ്യാനും മറക്കരുത്, കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഈ ചൂട് കാലത്ത് ഇതൊന്ന് ഒരു വെറൈറ്റി ആയിട്ട് എന്നാൽ സിമ്പിളായിട്ട് ഒരു ഡ്രിങ്ക്സാണ്. അപ്പോൾ മോന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. ഇത് പക്ഷേ അവൻ പറയണ നല്ല റോസ് മിൽക്കും പിന്നെ ഇതും അതും ഏകദേശം ഒരേപോലെ ടേസ്റ്റാണെന്നാണ് പറയണത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ സ്പെഷ്യലായിട്ട് ചേർത്തു എന്ന് പറയാൻ എന്താണ്? ബദാം പൗഡറാണ്. ബദാം ഇത് കിട്ടും. അതിൻ്റെ അത് പൗഡർ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതിന് വ്യത്യാസം. എന്നിട്ട് പിന്നെ കുറച്ച് മോന് ഐസ്ക്രീം ഉള്ളതുകൊണ്ട് ഈ ഐസ്ക്രീമിന് കുറച്ച് ഐസ്ക്രീം എടുത്ത് കയറി ഇതിനകത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീം ഇട്ട് വേണമെങ്കിലും ഇതൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ.